ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെറ്റ് മെറ്റീരിയലും വെൽവെറ്റ് മെറ്റീരിയലും വെച്ച് ഒരു പാർട്ടി വെയർ കുർത്തിയാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്. വെൽവെറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് 1.5 മീറ്ററാണ് കേട്ടോ. അപ്പോൾ വെൽവെറ്റ് നല്ല വിട്ട് വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വെൽവെറ്റിൻ്റെ വീതി വരുന്നത് 46 ഇഞ്ചാണ്. അപ്പോൾ രണ്ട് സൈഡും അരികുവശത്ത് ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബോർഡർ ഒഴിവാക്കിയാൽ നമുക്ക് 45 ഇഞ്ച് വിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഞാനിവിടെ ഇറക്കമാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വിട്ടാണ് ലെങ്താക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സാധാരണ കുർത്തി ചെയ്യുന്നത് പോലെ തന്നെ 4 ആക്കി ഫോൾഡ് ചെയ്യണം. അപ്പോൾ ഞാനിതുപോലെ 4 ആക്കി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വശം ഉള്ളിലേക്കുള്ള രീതിയിലാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെൽവെറ്റ് മെറ്റീരിയൽ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ പിന്നും കൂടി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലും പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ട മെഷർമെൻറ്റ്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ സാധാരണ സൈഡ് സ്ലിറ്റ് കുർത്തി ചെയ്യുന്ന മെഷർമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന മെഷർമെൻറ്റ്സ് സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്കാണ് നമുക്ക് വേണ്ട ഡിസൈൻ കൊടുക്കേണ്ടത്. അപ്പോൾ മുകളിൽ നിന്നും 8 ഇഞ്ച് മുതൽ 13 ഇഞ്ച് വരെയാണ് ഞാൻ ഈ ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നെറ്റ് ക്ലോത്ത് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ രണ്ട് ഭാഗവും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്കിംഗ് ആണ് അരികുവശമായി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നെറ്റ് ക്ലോത്ത് ഞാനിവിടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അരികുവശം ഫോൾഡ് ചെയ്ത് ഇതുപോലെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മുകളിലും താഴെയും ഇതുപോലെ മടക്കി ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നെക്കാണ്. അപ്പോൾ നെക്കിൻ്റെ മെഷർമെൻറ്റ് ഞാനിതുപോലെ മാർക്ക് ചെയ്ത് ക്യാൻവാസിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്ക് നെക്കും ക്യാൻവാസിൽ തന്നെയാണ് ചെയ്യുന്നത്. അതും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് നെക്ക് നമുക്ക് പിടിപ്പിച്ചെടുക്കാം. ഇനി വേണ്ടത് സ്ലീവാണ്. അപ്പോൾ സ്ലീവ് നമുക്ക് വേണ്ടത് നെറ്റ് പീസിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് പീസ് മാത്രമാണ് വേണ്ടതെങ്കിൽ നെറ്റ് പീസ് എടുക്കാം. ഞാനിവിടെ ലൈനിങ്ങും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവ് 3/4 ആണ്. സ്ലീവ് കട്ട് ചെയ്തെടുത്ത ശേഷം ആ ഒരു വെൽവെറ്റ് പീസില്ലേ, അത് താഴെ ഭാഗത്ത് നമുക്ക് ഒരു ബോർഡർ കൊടുക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് താഴെ ഭാഗത്ത് മാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നെക്ക് ഫിനിഷ് ചെയ്ത് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവ് ഇതുപോലെയാണ് ഉള്ളത്. ഇനി സ്ലീവ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സ്ലീവും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗത്ത് വെച്ച് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് സൈഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് സ്ലിറ്റഡ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലിറ്റ് ഏതുവരെയാണോ അതുവരെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വെൽവെറ്റ് ക്ലോത്ത് സ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് അത് ചുരുണ്ടു പോകുന്നുണ്ടെന്ന്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചുരുളാതെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ലൈനിങ് ഞാനിവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ താഴെ ഭാഗത്ത് നമുക്ക് 1 ഇഞ്ചാണ് ഫോൾഡ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് വീതം രണ്ടാക്കി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ അരികുവശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് കേട്ടോ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ സ്ലോലി മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് സ്ലിറ്റ് ചെയ്യുന്ന പോർഷൻസ് വലിച്ചു കൊടുക്കരുത്. അപ്പോൾ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് ചുരുണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ സ്ലോലിയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു മുകൾ ഭാഗം വരെ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 1 ഇഞ്ച് മാത്രം ഇതുപോലെ ഉള്ളിലേക്ക് രണ്ടാക്കി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു സൈഡ് സ്ലിറ്റിൻ്റെ പോർഷൻ എത്തിക്കഴിയുമ്പോൾ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നീഡിൽ കുത്തി നിർത്തിയ ശേഷം അടുത്ത ഭാഗത്തേക്ക് തിരിച്ചെടുക്കുക. ഇനി അടുത്ത ഭാഗത്ത് ഇതുപോലെ തന്നെ വളവൊന്നുമില്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ടാക്കി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് താഴെ വരെ ഈ ഒരു വിട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് അധികം ചുരുണ്ടൊന്നും പോകത്തില്ല. അപ്പോൾ നന്നായി തന്നെ കിട്ടും. അപ്പോൾ ഒട്ടും തന്നെ വലിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. അപ്പോൾ അത് മാത്രമാണ് കേട്ടോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ വെൽവെറ്റ് സൈഡ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഇതുപോലെ വളയുന്നതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്റ്റിച്ചിങ് വീഡിയോ കംപ്ലീറ്റ് ആയി തന്നെ കാണിക്കുന്നത്. അപ്പോൾ താഴെ വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഒരു സൈഡ് മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സൈഡും അരികു വശത്ത് സ്റ്റിച്ച് ചെയ്തും കൂടി എടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കംപ്ലീറ്റ് ആയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിൽ 2 ഡാട്ടും കൂടി കൊടുക്കണം. അപ്പോൾ ഇത് വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നന്നായി വലിഞ്ഞു നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് പോർഷനിൽ ഇതുപോലെ ഡാറ്റ്സും കൂടി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ ഹാഫ് താഴത്തേക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു കാണുന്ന രീതിയിൽ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൂടി സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ മുകൾ ഭാഗത്തു നിന്നും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് ഞാനിവിടെ 1/4 ഇഞ്ചാണ് കേട്ടോ വിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ തയ്ച്ച് താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തില്ലേ പുറത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ഡോരി കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായി റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡോരി മേടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് ചെറിയൊരു ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ കൊടുക്കാം. അധികം വെയിറ്റ് വരാത്ത ഡിസൈൻ കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കുർത്തിയിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുർത്തി സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പോർഷനിൽ ഷോൾഡറിൽ നിന്നും 2 ഇഞ്ച് താഴത്തേക്കാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അവിടെയാണ് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കാണ്. അപ്പം ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൾ വിയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ഡോരിയും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ്. താങ്ക്